പമ്പയടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകി കേരളത്തിൽ വീണ്ടും പ്രളയസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ വിവാദ തീരുമാനമാണ് എന്നൊരു ആശയം വരുന്നുണ്ട്. പമ്പയടക്കം സംസ്ഥാനത്തെ നദികളിൽ പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും അതിന്റെ മറവിൽ മണലും വാരാനുള്ള സർക്കാർ തീരുമാനമാണ് നദികളുടെ മരണമണി മുഴക്കിയത്. നദികളിൽ നിന്ന് മണൽ ഒഴിവാക്കി എക്കലും ചെളിയും മാത്രം നീക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. 2012 മുതൽ നിലച്ച മണൽ ഖനനം പുനരാരംഭിക്കാനാണ് പിണറായി സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 35 നദികളിൽ മണൽ ഓഡിറ്റിംഗ് നടന്നു. ഇതിനോടകം 15 എണ്ണത്തിൽ മണൽ ഖനനത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവുകളും ഇറങ്ങി. ഇതിന് പിന്നാലെയാണ് എല്ലാ നദികളിലും നിന്നും എക്കലും ചെളിയും നീക്കം ചെയ്യാനും ഉത്തരവ് വന്നത്. വീണ്ടും പ്രളയമുണ്ടാകുമെന്ന പ്രവചനങ്ങളുടെ മറവിൽ ദുരന്ത നിവാരണ നടപടി എന്ന നിലയിലാണ് എക്കലും ചെളിയും നീക്കുന്നത്. ഭരണം തീരാൻ 1 വർഷം മാത്രം അവശേഷിക്കുകയാണ് തിടുക്കപ്പെട്ട് സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ മാറ്റാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. തെരഞ്ഞെടുപ്പുകൾ വിളപ്പാടകലെ എത്തി നിന്നപ്പോൾ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള നടപടിയാണ് ഇതെന്നായിരുന്നു സംശയം. കരാറുകാരിൽ നിന്ന് പണം പിരിച്ച് അനുമതി നൽകിയാൽ മതിയാകും. ദുരന്ത നിവാരണത്തിന്റെ മറവിൽ മണൽ കൊള്ളയാണ് വഴി തുറക്കുന്നത്. 2018 പ്രളയകാലത്ത് ആനത്തോട് ഡാമിൽ നിന്ന് ഒഴുകി വന്ന 1 ലക്ഷം ടൺ മണൽ നീക്കം ചെയ്യാൻ ദേവസ്വം ബോർഡ് അറിയാതെ മുൻ മുഖ്യമന്ത്രി സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്തിരുന്നതായും സൂചനയുണ്ട്. അന്നത്തെ പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഇതിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ ഈ മേഖലകളിൽ പരിശോധന നടത്തിയതും അടക്കമുള്ള വിവാദങ്ങൾ തീരുമാനങ്ങളും പുറത്തുവന്നു. ഈ മണൽ നീക്കം വലിയ വിവാദമായിരുന്നു. വെള്ളം കഴിഞ്ഞ ലോകത്ത് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന പ്രകൃതി വിഭവമാണ് മണൽ. മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിരമിക്കുന്നതിന് തലേന്ന് പമ്പ ത്രിവേണിയിലെത്തി മണൽ വാരലിന് ചുക്കാൻ പിടിച്ചപ്പോൾ അത് വൻ വിവാദങ്ങൾക്ക് കാരണമായി. കോടികളുടെ അഴിമതിക്കാണ് പുതിയ നീക്കം വഴിവെച്ചത്. ടോം ജോസ് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു. പ്രളയത്തെ തുടർന്ന് അടിഞ്ഞുകൂടിയ മണ്ണ് പമ്പ ത്രിവേണിയിൽ നിന്ന് നീക്കം ചെയ്യാൻ കേരളം ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊട്ടക്ട്സ് ലിമിറ്റഡിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. അനുമതിയുടെ മറവിൽ ക്ലേസ് ആൻഡ് സെറാമിക് സ്വകാര്യ കമ്പനികൾക്ക് മണൽ മറച്ചു വിൽക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം. അനുമതി നൽകിയ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിയിൽ അഴിമതിയുണ്ടെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉയർത്തിയത്. ആരോപണം ഉയർന്നതോടുകൂടി മണൽ കൊണ്ടുപോകരുത് എന്ന് കാണിച്ച് വനം വകുപ്പും ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്ത് സർക്കാർ തള്ളി. ദുരന്ത നിവാരണ നിയമപ്രകാരം പമ്പയിലെ സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനും ജലസംഭരണ ശേഷി കൂട്ടാനും മണൽ നീക്കം ചെയ്യണമെന്നാണ് സർക്കാർ വിശദീകരണം. ഭാവിയിൽ പ്രളയ സാധ്യത ഒഴിവാക്കുന്നതിനാണ് മണൽ മാറ്റിയതെന്നും സർക്കാർ പറയുന്നു. അതിനാലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ അനുമതി നൽകിയതെന്നും മുൻ സർക്കാർ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി. മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിരമിക്കുന്നതിന് തലേന്ന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിലാണ് പമ്പയിലെത്തി മണൽ നീക്കം പരിശോധിച്ചത്. വിവാദത്തെ തുടർന്ന് മണൽ ക്ലേസ് ആൻഡ് സെറാമിക് നൽകാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചിരുന്നു. നദിയിൽ നിന്നെടുത്ത മണൽ പമ്പയിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലത്തേക്കാണ് മാറ്റിയത്. വിവാദം തടുക്കുമ്പോൾ പഴയ പാർട്ടിക്ക് തന്നെ മണൽ വിൽക്കാമെന്നാണ് സർക്കാർ കരുതിയത്. പമ്പ മണൽ കൊള്ളയ്ക്ക് പിന്നിൽ അന്നത്തെ വ്യവസായ മന്ത്രിയും കുടുംബവും ആണെന്നാണ് കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചത്. കോടികളുടെ അഴിമതി നടന്നു എന്നായിരുന്നു ആരോപണം. കണ്ണൂരിൽ മണൽ കടത്താൻ ശ്രമിച്ച കമ്പനിയാണ് പമ്പയിലും കരാറിൽ ഏർപ്പെട്ടത് എന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം. പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാർ കമ്പനിയെ മണൽ വാരാൻ ഏൽപ്പിച്ചു. സ്വകാര്യ കമ്പനിയുടെ തലപ്പത്ത് കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഉണ്ടെന്നായിരുന്നു BJPയുടെ ആരോപണം. VS കേരളം ഭരിക്കുമ്പോൾ മണൽ വാരൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിന്റെ ഭാവിയായിരുന്നു VSന്റെ മുൻഗണന. പരിസ്ഥിതി വിഷയങ്ങളിൽ ഒരു നീക്കുപോക്കിനും തയ്യാറായില്ല. അതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. എന്നാൽ ഇടത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നതിൽ മാത്രമാണ് സർക്കാരിന് താല്പര്യം. പഴയ ടോം ജോസ് തുടങ്ങിവെച്ച ഫുഡായിപ്പ് പിണറായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് ചുരുക്കം. ഈ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് നദികളിലെ മണൽ ഖനനം ചെയ്യാൻ പിണറായി തീരുമാനിക്കുന്നത്. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ നദികളിൽ മണൽ ഖനന സാധ്യതയുണ്ടെന്നാണ് സർക്കാർ കണ്ടെത്തിയിരുന്നത്. 10 വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയത്. 2018 പ്രളയം കഴിഞ്ഞതിന് ശേഷം 2019 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും നദികളിലെ എക്കലും ചെളിയും മാറ്റാൻ തയ്യാറാകാത്തവർ ദ്രുതഗതിയിലാണ് നീക്കം നടത്തിയത്. നദികളിൽ നിന്ന് മണൽ വാരണമെങ്കിൽ വിദഗ്ധ സമിതി മണൽ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. വനപ്രദേശത്തെ നദികളിലും നിന്നും മണൽ വാരണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും വേണം. നദിയിൽ നിന്ന് എക്കൽ നീക്കിയാലും വനമേഖലയിൽ നിന്ന് അത് പുറത്തു കൊണ്ടുപോകുന്നതിന് വനനിയമം ബാധകമാണ്. നദിയിൽ നിന്ന് മാറ്റാൻ മാത്രമേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം കഴിയുകയുള്ളൂ. കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കൊണ്ട് നദികളിലെ മണൽ മുഴുവൻ
മുഴുവൻ വാരി തീർത്തിരുന്നു. പ്രളയത്തിൽ അതിന്റെ 1% പോലും വന്നടഞ്ഞിട്ടില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പ്രളയ ദുരിതത്തെ നിവാരണത്തിന്റെ മറവിൽ ആദ്യഘട്ടത്തിൽ 14 നദികളിൽ നിന്ന് മണൽ വാരാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. മണ്ണും ചെളിയും മണലും നീക്കാനുള്ള അനുമതി തയ്യാറാക്കി നദികളിൽ നിന്ന് വൻതോതിൽ മണൽ കടത്താൻ മണൽ മാഫിയ രംഗത്തിറങ്ങുകയും വൻതോതിൽ മണൽ വാരി മരണമണി മുഴങ്ങിയപ്പോഴാണ് 2012 സംസ്ഥാന നദികളിൽ നിന്നുള്ള മണൽ ഖനനം തടഞ്ഞത്. സുപ്രീം കോടതിയും ദേശീയ ഹരിത ട്രിബ്യൂണലും നദികളിലെ മണൽവാരൽ നിരോധിച്ച ഉത്തരവും ഇതിനിടയിൽ ഇറക്കിയിരുന്നു. പ്രളയ സാധ്യത തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, അതുപോലെ തന്നെ മയ്യഴിപ്പുഴ, പെരുവമ്പ്ര, കടലുണ്ടിപ്പുഴ, ഉപ്പളപ്പുഴ, പെരിയാർ, മൂവാറ്റുപുഴ, ചാലിയാർ, അച്ചൻകോവിലാർ, പമ്പ തുടങ്ങിയ നദികളിൽ നിന്ന് മണലും മണ്ണും ചെളിയും നീക്കാൻ പിണറായി സർക്കാർ അനുമതി നൽകിയത്. നദിയുടെ അടിത്തട്ട് കുഴിച്ചതുകൊണ്ട് മാത്രം പ്രളയത്തെ തടയാൻ കഴിയില്ലെന്നും അത് നദികളുടെ നാശത്തിന് വഴിയൊരുക്കുമെന്നും നിയമസഭാ പരിസ്ഥിതി സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മണൽവാരി ആഘാത ഗർത്തങ്ങളായി കിടന്ന നദികളിൽ 2018 പ്രളയകാലത്ത് വൻതോതിൽ മണലടിഞ്ഞതാണ് കാരണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വർഷങ്ങളുടെ ഖനനം വഴി 4 മുതൽ 6 മീറ്റർ വരെ താഴ്ന്ന നദികളുടെ അടിത്തട്ടിൽ ഒരടി പോലും ചെളിയും മണലും എത്തിയിട്ടില്ലെന്ന് പമ്പ പരിരക്ഷ സമിതി അടക്കം പരിസ്ഥിതി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 12 നദികളിൽ അടിത്തട്ടിൽ കുഴിക്കാൻ കഴിയാത്ത വിധം മണല് വാരിപ്പോയി എന്ന് റിവർ മാനേജ്മെന്റ് അതോറിറ്റി നടത്തിയ മണൽ ഓഡിറ്റിംഗിൽ മുമ്പ് കണ്ടെത്തിയിരുന്നു. ഭാരതപ്പുഴയിലെ മണൽവാരൽ കർശനമായും തടയണമെന്ന് മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി സമിതി 2017 ഓഗസ്റ്റ് 23 സർക്കാരിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. ഭാരതപ്പുഴ സംരക്ഷണ അതോറിറ്റി രൂപവൽക്കരിക്കണമെന്നും നാഷണൽ റിവർ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കണമെന്നും സമിതി വ്യക്തമാക്കിയിരുന്നു. 10 മീറ്ററോളം അടിത്തട്ട് താഴ്ന്ന നദികളുടെ ചില മേഖലകളിൽ ഉപ്പുരസം കലർന്നതും ഓരുവെള്ള സാന്നിധ്യം കണ്ടെത്തിയതും കേന്ദ്ര ജല കമ്മീഷന്റെ പഠനത്തിന് പുറത്തു വന്നിരുന്നു. പൂർണ്ണമായി നദികളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതികൾ അടിത്തട്ട് മാന്തുന്നത് വഴി താളം തെറ്റാനും സാധ്യത ഏറെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന മാതൃകയിൽ പുഴയിൽ നിന്ന് മണലൂറ്റി പണം വാരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വേഗത്തിൽ ആരംഭിക്കാൻ തിരക്കിട്ട നീക്കമാണ് നടന്നത്. പദ്ധതിക്കെതിരെ കോടതിയിൽ ഹർജി വരികയും പ്രതിഷേധം ഉയരുകയും ചെയ്തതിനെ തുടർന്ന് നടപ്പാക്കാൻ വൈകിയ സർക്കാർ പദ്ധതി വീണ്ടും വേഗത്തിലാക്കി. പദ്ധതിക്കെതിരെ കോടതി സ്റ്റേ ഉത്തരവില്ലെന്നാണ് നീക്കത്തിന് പിന്നിലുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഭാരതപ്പുഴയിൽ കുറ്റിപ്പുഴ കക്കാട്ടുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രദേശത്ത് നിന്നാണ് മണൽ ഖനനം ചെയ്തത്. ഇത് വിൽപ്പന നടത്താൻ 250 കോടി രൂപയ്ക്ക് കരാർ ഏറ്റെടുത്ത ഹൈദരാബാദിലെ സ്ഥാപനം വിൽപ്പന നടത്തി പണം കേരള ഇറിഗേഷൻ ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. റവന്യൂ വകുപ്പ് നടത്തിയ മണൽ ഓഡിറ്റിൽ സംസ്ഥാനത്തുടനീളമുള്ള 14 നദികളിൽ ഏകദേശം 464.47 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 141.25 ലക്ഷം ക്യൂബിക് മീറ്ററും ഖനനം ചെയ്യാം.